എനിക്ക് ആളെ മനസ്സിലായി, പക്ഷേ എവിടുന്നാ എങ്ങനെയാന്നുള്ളത് എനിക്ക് ഓർമ്മ വരുന്നില്ല. പലപ്പോഴും നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ? ചില കാര്യങ്ങൾ ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ളപ്പോൾ പറയാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഹലോ എവ്രി വൺ, ദിസ് ഇസ് നിഷാദ് അഹമ്മദ് ഫ്രം ബ്രാറ്റ്സ് ഇംഗ്ലീഷ്. എവറി ഡേ യു ലേൺ എ ന്യൂ സെൻറ്റൻസ് വിത്ത് മീ ഇൻ ഓർഡർ ടു ഇംപ്രൂവ് യുവർ ഫ്ലുവൻസി വിത്തിൻ നോ ടൈം. So every day one sentence. But remember, we learn everything through TPR, total physical response. ആക്ഷനുമായി ലിങ്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. ആക്ഷനുമായി ലിങ്ക് ചെയ്ത് പഠിക്കുമ്പോൾ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഓൾറൈറ്റ്, എസ്പെഷ്യലി വൊക്കാബുലറി ബിൽഡിങ്ങിനുള്ള സൂപ്പർ ഫാസ്റ്റ് വേ ആണ് TPR, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ഈ രീതിയിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ബ്രാറ്റ്സ് ഇംഗ്ലീഷ് അക്കാദമി. ഓൾറൈറ്റ്, സോ അതെനിക്ക് കൃത്യമായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. സോ നിങ്ങളെ എനിക്കറിയാം, പക്ഷേ എവിടുന്ന എങ്ങനെയെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. സോ അതിന് പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ആണ്. റെഡി? ഐ റെക്കഗ്നൈസ് യു ബട്ട് ഐ കാൺട്ട് പുട്ട് മൈ ഫിംഗർ ഓൺ ഇറ്റ്. ഐ റെക്കഗ്നൈസ് യു ബട്ട് ഐ കാൺട്ട് പുട്ട് മൈ ഫിംഗർ ഓൺ ഇറ്റ്. സോ പുട്ട് യുവർ ഫിംഗർ ഓൺ സംതിങ് എന്ന് പറഞ്ഞാൽ അത് എവിടുന്നാണ് എങ്ങനെയാണ് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നാണ് അർത്ഥം. സോ ഐ കാൺട്ട് പുട്ട് മൈ ഫിംഗർ ഓൺ ഇറ്റ്. റെഡി? ഇത് ഇപ്പോൾ മാത്രമല്ല, ഈ സിറ്റുവേഷനിൽ മാത്രമല്ല, ചില കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവായി ഫീൽ ചെയ്തു, പക്ഷേ അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ, യുവർ വൈഫ് പ്രിപ്പയർഡ് ചിക്കൻ കറി and it tasted different, and you can say there's something wrong with the curry but I can't put my finger on it. അത് ഏതാ എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഉപ്പാണോ കൂടിയത്, അത് മുളകാണോ കൂടിയത്, സോ ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്തരം സിറ്റുവേഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ആണ് ഐ കാൺട്ട് പുട്ട് മൈ ഫിംഗർ ഓൺ ഇറ്റ്. Anyway, thank you very much for watching this video. See you with a new sentence tomorrow. Bye bye.